ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എപ്പിക്യൂർസ് പാലറ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തുർക്കിഷ് ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. ഇതാണ് ക്രീം ബസ്ബുസ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ ബസ്ബുസ ലെയറും പിന്നെ മിഡിലായിട്ടൊരു ക്രീം ലെയറും ടോപ്പിൽ പിന്നെയും ബസ്ബുസ ലെയർ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ബസ്ബുസിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ 1 കപ്പ് റവയാണ് യൂസ് ചെയ്യുന്നത്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 1 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് 3 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ക്രീം, ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ സാധാരണ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സർ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8x8 ഇഞ്ചിൻ്റെ ഒരു ഡിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബാറ്ററിൻ്റെ ഒരു 1/2 പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 15 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ വെക്കുക. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിനുള്ള ക്രീം പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 1 കപ്പ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ട പിടിക്കാണ്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ ക്രീം റെഡിയായി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു തിക്കായിട്ട് വരും. അപ്പോഴേക്ക് ഇതാ നമ്മളുടെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്രീം എല്ലായിടത്തും ഈവനായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 1/2 പോർഷൻ ബാറ്ററാണിത്. പക്ഷേ റവ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് തിക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് തിക്കായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ബാക്കി ബാറ്ററും നമ്മളുടെ ടോപ്പ് ലെയറിൽ ഒഴിച്ചെടുത്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടും. ആ ഒരു ടൈം കൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ 1 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓവനിൽ എടുത്ത ഉടനെ തന്നെ ചൂടോട് കൂടിയിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഒഴിക്കുന്ന സമയത്ത് കത്തി വെച്ചിട്ട് സൈഡൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ.
അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 to 2 hours ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. അതിനുശേഷം നമുക്കിതുപോലെ തന്നെ സ്ലൈസസ് ആക്കിയിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഫൈനലി നമുക്ക് ടോപ്പിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്താഷ്യൂസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ ബസ്ബൂസ വിത്ത് ക്രീം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. മാത്രമല്ല നല്ല ഒക്കേഷൻസിനൊക്കെ നമുക്ക് നല്ല പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തേക്കുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു.